ഒരു കാലത്ത് ഒരു ലക്ഷറി പ്രീമിയം സെഡാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു മോഡലാണ് ടൊയോട്ട കൊറോള, അതും ആൾട്ടിസ്. അത് ഒരു ഡീസൽ എഞ്ചിനും ആ ഒരു റിലയബിലിറ്റിയും ആ ഒരു വലിപ്പവും അന്നത്തെ കാലത്ത് വേണ്ട ധാരാളം ലക്ഷറി ഫീച്ചേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ടൊയോട്ട കൊറോള ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. കൊറോള ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 1964 മുതൽ ഉള്ള ലൈനപ്പാണ്. നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു കാറും ടൊയോട്ട കൊറോളയാണ്. അപ്പൊ കൊറോള എന്താണ് ഈ ഒരു 2024 ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവതരിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരു 3.5 തൊട്ട് 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷറി ഫ്ലാഗ്ഷിപ്പ് സെഡാൻ വേണം, എന്നാൽ അധികം പണിയൊന്നും തരരുത്, കുറഞ്ഞ മെയിൻ്റെനൻസ്, നല്ല മൈലേജ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് ടൊയോട്ട കൊറോള ആൾട്ടിസ്. അപ്പം കൊറോള ആൾട്ടിസ് നമുക്ക് ഇന്നൊന്ന് അടുത്ത് പരിചയപ്പെടാം. ഡിസൈൻ വൈസ് നമ്മൾ നോക്കാൻ നേരത്തെ കാണാം, ഇന്ത്യയിൽ അവതരിപ്പിച്ച ടൊയോട്ട കൊറോള ഈ ഒരു ഷേപ്പ് 2002 മുതലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2012-13 കാലഘട്ടം വരെ ഈ ഒരു ഷേപ്പിലാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 14 വരെ ഈ ഒരു ഷേപ്പിലായിരുന്നു കമ്പനി തുടർന്നുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ ഈസ്തറ്റിക് മാറ്റം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു ഡിസൈൻ തീം തന്നെയാണ് കമ്പനി അങ്ങ് ഫോളോ ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കൊറോള ഏതാണെന്ന് ചോദിച്ചാലും ആ ഒരു രൂപം ഇത് തന്നെയാണ്. ചെറിയ ഗ്രില്ലും കാര്യങ്ങളും, ടൊയോട്ടയുടെ ലോഗോ കാണാം, ഒരു ഹണി പാറ്റേൺ ഉള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്, ചെറിയ ബമ്പറും കാര്യങ്ങളും, അത്യാവശ്യം വലിയ ബോണറ്റ് ഏരിയയും വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ട് പ്രൊഫൈലിൽ ഡിസൈൻ വൈസ് ഒന്നും അധികം എടുത്തു പറയാനൊന്നും ഇല്ല. നമ്മൾ കാണുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽ വരുന്നുണ്ട്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195, 65, 15 ഇഞ്ച് ടയറും കാണാം. ഒരു സിംഗിൾ ടോൺ അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ മിററിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതും കൊള്ളാം. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനും, മൊത്തത്തിൽ സൈഡ് പ്രൊഫൈലിൽ ചെറിയൊരു ഷോൾഡർ ലൈൻ പോലൊരു പോർഷൻ, ക്രോം ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കാണാം. ഡീസെന്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡിസൈൻ ഗിമിക്സോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല, എങ്കിലും ഒരു കാലഘട്ടത്തെ ഒരു പ്രീമിയം സെഡാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. സൈഡും ഫ്രണ്ടും ഒക്കെ എനിക്ക് ഓക്കെ എന്നുള്ളൊരു ഇതേ തോന്നിയുള്ളൂ. പക്ഷേ റിയർ സൈഡ് കാണുമ്പോൾ കുറച്ചൊന്ന് ഭംഗിയുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ലുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ആ ഔട്ട്ഡേറ്റഡ് ആയ ലുക്കിന് ഒരു ഭംഗിയുണ്ടെന്നാണ് കൊറോള ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മെയിനുമായിട്ട് ഇവന്റെ യാത്രാസുഖം, മൈലേജ്, എഞ്ചിൻ റിലയബിലിറ്റി, കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ടൊയോട്ട കൊറോളയിലുള്ള എന്നെ ആകർഷിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരെയും അട്രാക്ട് ചെയ്ത സംഭവങ്ങൾ അതൊക്കെ തന്നെയാണ്. അല്ലാതെ ഡിസൈൻ വൈസും അധികം ഫീച്ചേഴ്സ് വൈസ് ഒന്നും വലിയ കാര്യമായിട്ടുള്ള സംഭവം ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരുപാട് ബാഡ്ജിങ് കാണാം, ടൊയോട്ടയുടെ ലോഗോ, കൊറോള ആൾട്ടിസ് D4 DG എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കാണാം, വേരിയന്റിനെ സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് ഒക്കെ. ഡീസൽ എഞ്ചിൻ ആണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു D4D എന്നുള്ളൊരു ബാഡ്ജിങ്. ഇത് കൂടാതെ തന്നെ ഒരു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് തീരെ മൈലേജ് ഇല്ലാത്ത ഒരു എഞ്ചിനാണ്. പക്ഷെ ഇതിനാണ് ഫാൻ ബേസ്, കാരണം നല്ല മൈലേജ്, നല്ല യാത്രാസുഖം കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇതിന് പിന്നെ ഒന്ന് ഇന്ത്യയിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ടൊയോട്ട കൊറോള ഇന്റീരിയറാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു ബീജും ഒരു ഡാർക്ക് ബ്രൗണും കൂടി ഉള്ള ഒരു കളർ തീമാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ക്ലൈമറ്റ്, AC, എയർ ബാഗ്, ABS തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണാം. ഇനി ഒരു സ്റ്റിയറിംഗ് വീല് പലർക്കും പരിചയമുള്ള ഒരു സ്റ്റിയറിംഗ് വീലായിരിക്കും. നമ്മുടെ ഓൾഡ് മോഡൽ ആ ഫോർച്യൂണറിലൊക്കെ കണ്ട അതേ സെയിം സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. ഇത് പൂർണ്ണമായിട്ട് ഒരു 99% സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്ന വാഹനമാണ് എങ്കിൽ കൂടി ആ ഒരു 1% പോയത് ഇവിടെയാണ്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റി ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ കമ്പനി വരുന്ന ടൂറിംഗ് സ്റ്റീരിയോ അത് ഗംഭീരമാണ്. പക്ഷേ അത് മാറ്റിയിട്ടൊരു തല്ലിപ്പൊളി ആൻഡ്രോയിഡ് കയറ്റി കസ്റ്റമർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം, അതിന്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. അങ്ങനെ 2 ഗ്ലൗ ബോക്സ് ഉള്ളതെന്നുള്ളതും ടൊയോട്ട കൊറോള മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെയും ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ കാണാം, നമ്മൾ പ്രീമിയം വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ സിയർ ലൈറ്ററും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റിനുള്ളിലും ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് സിംഗിൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം, മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പഴയ ആ ഒരു എന്താ പറയുക, ഒരു ക്ലോത്ത് മെറ്റീരിയലുള്ള ഒരു ബീജ് സീറ്റ് കവർ കാണാം, അതും ഭംഗിയായിട്ടുണ്ട്. അവിടെ നമുക്ക് ഫുഡ് ലാമ്പും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡും അത്യാവശ്യം വലുതായിട്ട് തന്നെ കമ്പനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വുഡൻ പാനലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഡോക്ടർമാരും അഡ്വക്കേറ്റ്സും അല്ലെങ്കിൽ ഇച്ചിരി ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും കൊറോള ഉപയോഗിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് കമ്പനി ഇതിനകത്ത് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. മീറ്റർ കൺസോളിലോട്ട് വരുവാണെങ്കിലും നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കണോമി, ഓഡോമീറ്റർ, ട്രിപ്പ്, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയും കാണാം. അതും ഡീസെന്റ് ആയിട്ട് തന്നെ കമ്പനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടോ നോക്കാം. ഡ്രൈവർ വണ്ടി എടുത്തു. ഇപ്പൊ നമ്മുടെ ടൊയോട്ട കൊറോള ആൾട്ടിസിന്റെ റിയർ സീറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. അത് യാത്ര ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഡ്രൈവറെ തപ്പിപ്പിടിച്ച് ഇപ്പോൾ യാത്രാസുഖം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്നത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു ആൾട്ടിസിന്റെ റിയർ സീറ്റിലെ യാത്രാസുഖം. വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്ന സുഖം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം കംഫർട്ടായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സീറ്റ് തന്നെ ഇപ്പം നിങ്ങൾ നോക്കുക, ഏകദേശം 10-14 വർഷം
പഴക്കമുള്ള സീറ്റാണ് കാണുന്നത്. അതൊരു ക്ലോത്ത് സീറ്റാണ്. അത് ഇപ്പോഴും നല്ല കംഫർട്ടല്ല, ഇപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇന്റീരിയറിലെ മൊത്തത്തിൽ ആ ഒരു പ്ലസന്റ് ഫീലും ഇത്രയും സ്പേഷ്യസ് ആയിട്ട് സെൻട്രൽ ടണൽ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, നല്ല വിഡ്ത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലക്ഷറി ഫീല് തീർച്ചയായിട്ടും എൻ്റെ റിയർ സീറ്റ് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഡ്രൈവറേയും കൂടി കിട്ടിയ ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. കാരണം കുറച്ച് ഡീസൽ അടിച്ച് കൊടുത്താൽ അത് നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് വണ്ടി കിടന്നങ്ങ് ഓടിക്കോളും. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പുറകിലിരിക്കുകയും ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കംഫർട്ടിന് കുറവൊന്നുമില്ല. നമ്മൾ ഡ്രൈവിൻ്റെ സമയത്ത് പറയുന്നതാണ് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, ക്ലച്ച് ചെറിയ ലൈറ്റാണ്, അത് ടൊയോട്ട വാഹനങ്ങളിൽ കാണാറുള്ള പോലെ തന്നെ. പക്ഷേ സ്റ്റിയറിംഗ് ഒക്കെ നല്ല കംഫർട്ടാണ്, ഓടിക്കാനൊക്കെ സുഖമാണ്. ഇപ്പം ഡ്രൈവിൻ്റെ സമയത്ത് പറയുന്നത്, ഇപ്പം ഡ്രൈവ് എന്ത് പറയാനാണ്, വേണമെങ്കിൽ ഇതിന് ഡ്രൈവ് ഇല്ല, നമുക്ക് ഇത് കൂടി തന്നെ ഒഴിവാക്കി. ഇനി ഓടിച്ച് കാണിക്കേണ്ട കാര്യം എനിക്ക് ഒന്നും തോന്നുന്നില്ല ഉണ്ടെന്ന്. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിയർ സീറ്റിലെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. വിശാലമായിട്ടുള്ള ഡോർ ഓപ്പണിങ്ങും അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതും മറ്റു പല വാഹനങ്ങളിലും കാണാത്ത ഫീച്ചറാണ്. റൂഫിൽ നമുക്ക് മാപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ലോഡർ ഡോർ ഹാൻഡിൽ, തൊട്ട് താഴെ വിൻഡോ ലൈൻ ഒക്കെ പോകുന്നതായിട്ട് കാണാം. പിന്നെ പവർ വിൻഡോസ് എല്ലാം നോർമലി ഉള്ള ഫീച്ചറാണ്. ഒരു വുഡൻ പാനലിംഗ് കൊടുത്ത് ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ള ഇതിൻ്റെ റിയർ സൈഡിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളും കൂടി പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറവുള്ള ഒരു ഡ്രൈവ് നടത്തിയേക്കാം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലതേ. നിങ്ങൾ ആ സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ നമുക്ക് ആ ഫോർച്യൂണറാണ് ഓർമ്മ വരുന്നത്. വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. എറ്റിയോസിൻ്റെ ഒക്കെ ഒരു ഗിയർ ഇടുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ്. പക്ഷേ 6 സ്പീഡാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകദേശം 90 PS പവറും 190 ടോർക്കും ഒരു 1.4 ലിറ്റർ D4D ഹൈലി റിഫൈൻഡും റിലയബിൾ ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു 17 കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 17 കുറയാത്ത മൈലേജ് എന്തായാലും കിട്ടും. അതിന് മേലോട്ട് പ്രതീക്ഷിച്ചാൽ മതി. അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ളതുകൊണ്ട് ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ ഷോർട്ടാണ്. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഇട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. മെയിനായിട്ടും എൻ്റെ യാത്രാ കംഫർട്ടാണ് എന്നെ ഈ വാഹനത്തിലോട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറച്ച് കുറവാണ്, പക്ഷേ അത് ആ ഒരു സ്റ്റെബിലിറ്റി, നമ്മൾ ആ വളവ് വീശിയെടുക്കുമ്പോഴാണ് ഒരു തരത്തിലുള്ള ബോഡി റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊണ്ടു നടക്കാനും ഭയങ്കര സുഖമാണ്. 4 മീറ്ററിലധികം നീളമുള്ള വാഹനമാണെങ്കിൽ കൂടി വളരെ കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാം. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ ക്ലിക്കാണെങ്കിൽ കൂടി ക്ലച്ച് കുറച്ച് ടൈറ്റ് ആണെന്നുള്ളൊരു പോരായ്മയുള്ളൂ. അത്യാവശ്യം കാല് കൊടുത്ത വാഹനം പറന്ന് കയറി പോകുന്നൊരു ഫീലും നമുക്കുണ്ട്. ആ ഒരു ടെർബോ കിക്കിങ് ചെയ്ത് റെഡ് ലൈൻ ചെയ്തു അത്യാവശ്യം നല്ല രസത്തോടു കൂടി ഓടിക്കാനും പറ്റുന്നൊരു വാഹനം കൂടിയാണ്. കണ്ടത് 100 കിലോമീറ്റർ സ്പീഡ് വാഹനം ടച്ച് ചെയ്ത്, എന്നിട്ടും യാതൊരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡ്രൈവ്. ഇനി നമുക്ക് ഔട്ടോളിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ എടുത്ത കണ്ടീഷൻ തന്നെയാണ് ടൊയോട്ട കൊറോള നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരണം അത്രത്തോളം എനിക്കൊരു കൗതുകം തോന്നി ഈ വാഹനത്തിനെ പറ്റി. ഞാൻ അധികം ഒന്നും കൊറോള അടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നാണ് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കുമായിരുന്നു കൊറോള ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ അതാണ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ കിട്ടിയ കണ്ടീഷൻ തന്നെയാണ്. ഒരുപാട് സ്ക്രാച്ചും മിറർ കവറൊന്നും ഇല്ല, ഒന്ന് വാട്ടർ സർവീസ് പോലും ചെയ്തിട്ടില്ല. ആ ഒരു കിട്ടിയ കണ്ടീഷൻ തന്നെ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ബൂട്ട് സ്പേസ് കാണിക്കാനായിട്ട് നമ്മൾ വിട്ടുപോയി. വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഏകദേശം 570 ലിറ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു സെഡാൻ വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ഇതൊരു സബ് 4 മീറ്റർ വാഹനമല്ല, 4.5 മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. പിന്നെ ടൊയോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നതാണ് ടൊയോട്ടയുടെ ഡീസൽ എഞ്ചിൻ, ആ ഒരു റിലയബിലിറ്റി, ആ ഒരു പെർഫോമൻസ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ടൊയോട്ടയുടെ ആ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സാധനമാണ്. ആ ഒരു ബൂട്ടിലിട്ട് നമുക്കൊന്ന്, ബൂട്ടിലിട്ടല്ല, ടൊയോട്ടയുടെ ആ ഹുഡ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് ഒന്ന് കേൾക്കാം. D4D ടൊയോട്ടയുടെ എംബ്ലം, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വികാരമാണ്. അല്ല, ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ ക്രാങ്കിന് എടുക്കുന്ന ഒരു ഫീൽ, അത് ടൊയോട്ട ഇന്നോവ തൊട്ട് ഇങ്ങോട്ട് ടൊയോട്ട ലൈനപ്പിലുള്ള ഏത് വാഹനം നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു സൗണ്ട് റിഫൈൻമെന്റ് കേട്ടോ. 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് ഏകദേശം 14 വർഷം പഴക്കമുള്ളൊരു വാഹനത്തിന്റെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അതാണ് ടൊയോട്ട. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.